പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിൽ ഒരെണ്ണം നടത്താൻ നമുക്ക് ഭാഗ്യം ലഭിച്ച രാഷ്ട്രീയ പ്രവർത്തകർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ അനുബന്ധമായി നാടൻ കലകളിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളുടെയും വേഷങ്ങളുടെയും ഒരു ചെറിയ പ്രദർശനം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ശ്രീ കുമാരേട്ടനാണ്. പട്ടംകുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തകരും അദ്ദേഹം നാടകരംഗത്തുണ്ട്. വീട്ടിൽ പട്ടുതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമായിരുന്നു അദ്ദേഹം. നിരവധി നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തന വായനശാല പ്രവർത്തകരുമാണ്. അദ്ദേഹത്തെ ഈ പ്രദർശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വ്യാസ പ്രവർത്തകരെയും ക്ഷണിക്കുന്നു. നമ്മുടെ കൂടെ ഇതൊക്കെ മോഹൻദാസുണ്ട്, മോഹൻ മാഷ്, അതുപോലെ വ്യാസ പ്രവർത്തകർ എല്ലാവരും ഉണ്ട്. അതുമായി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് കുമാരേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വീട് കിട്ടിയ ഒരു അവസരം, അതാണ് എനിക്ക് പറയാനുള്ളത്. യാസ്കോ പണ്ട് മുതലേ യാസ്കോക്കാരായിട്ടുള്ള ബന്ധമുണ്ട്, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാടൻ കലയുടെ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ നാടൻ കല ആസ്വദിക്കുന്ന ഒരാളാണ്, അതിൻ്റെ ഒരാളെന്നെയാണ്. എന്നാലും ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ നന്ദി പറയുന്നു. ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈ വേദി ഗോരുമാഷ് പേര് നൽകിയതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നുന്നു. അദ്ദേഹം പുറക്കാവിലെ, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ നാടൻ കലയുടെ വേഷം ചെയ്തിട്ടുള്ള മാഷെ സ്മരിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു. ഈ ഔപചാരികമായി ഈ നാടൻ കല പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. അദ്ദേഹം തുടിയിൽ ചെറുതായി ഒന്നും അതിൻ്റെ സംഘാടകരായിട്ടുള്ള ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പ്രതിനിധികൾ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കൂട്ടായ്മ, അതുപോലെ നാടൻ കലകളുടെ ഈ പ്രദേശത്തെ കലാകാരന്മാരായിട്ടുള്ള ഏറെപ്പുറം മുഴുവൻ പരിപാടിക്ക് ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഴുവൻ കലാകാരന്മാർ യാസ്പോ ക്ലബ് വിവിധ കലാരൂപങ്ങളുടെ കാര്യങ്ങളിലായാലും ശരി, മറ്റു സ്പോർട്സ് കാര്യങ്ങളിലും കലാസാഹിത്യ രംഗങ്ങളിലും എല്ലാം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രചോദനം നൽകിക്കൊണ്ട് പ്രത്യേകിച്ച് എന്നിൽ നിന്ന് പോകുന്ന ഇത്തരത്തിലുള്ള കലാസാഹിത്യ രംഗങ്ങളിലെല്ലാം തന്നെ അവയെ നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തുന്നതിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടെയാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ ഈ നാടൻ കലാരൂപങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചതിൽ അതിലധികം സന്തോഷമുണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേക ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാ സംഘാടകരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അഭിവാദ്യം. നമ്മുടെ വാർഡ് മെമ്പർ. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കുമാരേട്ടൻ, ഇവിടെ സംസാരിച്ച മോഹൻദാസേട്ടൻ, വ്യത്യസ്ത പരിപാടികളാണ് എപ്പോഴും യാസ്കോ ഏറ്റെടുക്കുകയും നടത്തി വരികയും ചെയ്യുന്നത്. ഇത് തികച്ചും വളരെ വ്യത്യസ്തമാണ്. നാടൻ കലാരൂപങ്ങൾ അവരെ ആദരിക്കാൻ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ കൊറോണ അതെല്ലാം മാറി ഒരു കുറച്ച് സമയത്തിന് ശേഷം ഏറ്റെടുക്കുന്ന നടത്തുന്ന പരിപാടികൾ, എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക്.
വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടന വേദിയിൽ ഉണ്ടാവേണ്ട ശ്രീ അജയ് കുമാർ, ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ, ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് ഈ പ്രദർശനത്തിന് രണ്ടുപേരും. പ്രിയപ്പെട്ടവരെ, ഏറെ പ്രധാനപ്പെട്ട ഒരു സായാഹ്നമാണ് കേരള ഫോക്ലോർ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എടപ്പാളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന പരിപാടി, അതിനോടനുബന്ധിച്ച് നിങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ പ്രദർശനം ചരിത്രമാണ്. കേവലമായ ചരിത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൽ കടന്നു വന്നിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളെ നമുക്ക് തന്നിട്ടുള്ള, അനുവദിച്ചിട്ടുള്ള, ഞങ്ങൾ ആസ്വദിച്ചിട്ടുള്ള, ഞങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റുകൊള്ളുന്ന ഒരുപാട് ഘടകങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു എക്സിബിഷൻ ഞങ്ങളുടെ ഗ്രാമസന്ധ്യയുടെ ഭാഗമായി നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങളുടെ ഏതാണ്ട് 20 എണ്ണം ഞങ്ങളുടെ ഗ്രാമസന്ധ്യ ഇതുവരെയായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന 21ാമത്തെ ഗ്രാമസന്ധ്യയാണ്. എന്തായാലും ഇവിടെ എത്താനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചത് വളരെ വളരെ നന്ദി. എല്ലാവരും ആശംസകൾ നേരുന്നു. ആദ്യവും വാഴ ഗണപതി വാഴ, ആദ്യവും വാഴ ഗണപതി വാഴ, ആദ്യവും വാഴ ഗണപതി വാഴ, ആദ്യവും വാഴ ഗണപതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ. വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ മുറ്റാവും നല്ല തിരുമുറ്റാണേ, മുറ്റാവും നല്ല തിരുമുറ്റാണേ, മുറ്റാവും നല്ല തിരുമുറ്റാണേ, മുറ്റാവും നല്ല തിരുമുറ്റാണേ. കാവിൽ വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ കാവിൽ, വേദി നല്ലമ്മയുടെ കാവൂട്ടും മേലാലടുത്തുപോയി, കാവൂട്ടും മേലാലടുത്തുപോയി, കാവൂട്ടും മേലാലടുത്തുപോയി, കാവൂട്ടും മേലാലടുത്തുപോയി. രാജാവും വാഴ ഗണപതി വാഴ, രാജാവും വാഴ ഗണപതി വാഴ, രാജാവും വാഴ ഗണപതി വാഴ, രാജാവും വാഴ ഗണപതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ, പിന്നെയും വാഴ സരസ്വതി വാഴ. കണ്ണേനെ കാണാത്ത കണ്ണെന്തിന, കണ്ണേനെ കാണാത്ത കണ്ണെന്തിന, കണ്ണേനെ കാണാത്ത കണ്ണെന്തിന, കണ്ണേനെ കാണാത്ത കണ്ണെന്തിന, ദീപം കോളെത്താത്ത വീടെന്തിന, ദീപം കോളെത്താത്ത വീടെന്തിന, ദീപം കോളെത്താത്ത വീടെന്തിന, ദീപം കോളെത്താത്ത വീടെന്തിന, നാമം ജപിക്കാത്ത വീടെന്തിന, നാമം ജപിക്കാത്ത വീടെന്തിന, നാമം ജപിക്കാത്ത വീടെന്തിന, നാമം ജപിക്കാത്ത വീടെന്തിന, നറുനെയ്യും പാലുല്ല വീടെന്തിന, നറുനെയ്യും പാലുല്ല വീടെന്തിന, നറുനെയ്യും പാലുല്ല വീടെന്തിന, നറുനെയ്യും പാലുല്ല വീടെന്തിന, ചെയ്താന താന ചെയ്താനിന്നു, ചെയ്താന താന ചെയ്താനിന്നു, ചെയ്താന താന ചെയ്താനിന്നു, താന ചെയ്താനിന്നു, ഞാനീതാ നിൻ പാദം കുമ്പിടുന്നു, ഞാനീതാ നിൻ പാദം കുമ്പിടുന്നു, ഞാനീതാ നിൻ പാദം കുമ്പിടുന്നു, ഞാനീതാ നിൻ പാദം കുമ്പിടുന്നു. പുത്തൂരം വീട്ടിലാരും നീ പുത്തൂരം
മുണ്ണി പുത്തൂരം വീട്ടിലെ ആരോ മുണ്ണി പുത്തൂരം വീട്ടിലെ ആരോ മുണ്ണി പുത്തേരി അംഗം കുറിച്ചു പാർത്തു പുത്തേരി അംഗം കുറിച്ചു പാർത്തു പുത്തേരി അംഗം കുറിച്ചു പാർത്തു പുത്തേരി അംഗം കുറിച്ചു പാർത്തു ചെയ്താനോ ദാനം ദൈതാനിന്നെ ചെയ്താനോ ദാനം ദൈതാനിന്നെ ചെയ്താന ദാന ദൈതാനിന്നോ ചെയ്താന ദാന ദൈതാനിന്നോ ജഗം പറന്നത തട്ടുകേറി ജഗം പറന്നത തട്ടുകേറി ജഗം പറന്നത തട്ടുകേറി ജഗം പറന്നത തട്ടുകേറി പത്താരി കോർത്തരി കൊട്ടുള്ളങ്കം പത്താരി കോർത്തരി കൊട്ടുള്ളങ്കം പത്താരി കോർത്തരി കൊട്ടുള്ളങ്കം പത്താരി കോർത്തരി കൊട്ടുള്ളങ്കം അംഗം പറപ്പൊന്നു പാഞ്ഞു വെട്ടി അംഗം പറപ്പൊന്നു പാഞ്ഞു വെട്ടി രംഗം പറപ്പൊന്നു പാഞ്ഞു വെട്ടി രംഗം പറപ്പൊന്നു പാഞ്ഞു വെട്ടി കയ്യും അടവന്തോയിലും വെട്ടി കയ്യും അടവന്തോയിലും വെട്ടി കയ്യും അടവന്തോയിലും വെട്ടി കയ്യും അടവന്തോയിലും വെട്ടി കുതിര ചാടകത്തിൽ ചാടി വെട്ടി കുതിര ചാട്ടമൊന്നു ചാടി വെട്ടി കുതിര ചാടം അങ്ങനെ ചാടി വെട്ടി കുതിര ചാട്ടം അങ്ങനെ ചാടി വെട്ടി പന്തിയിൽ നിന്നു തിരിഞ്ഞു വെട്ടി പന്തിയിൽ നിന്നു തിരിഞ്ഞു വെട്ടി പന്തിയിൽ നിന്നു തിരിഞ്ഞു വെട്ടി പന്തിയിൽ നിന്നു തിരിഞ്ഞു വെട്ടി രമഞ്ചൂരികന്നു കൂന്നി വെട്ടി രമഞ്ചൂരികന്നു കൂന്നി വെട്ടി രമഞ്ചൂരികൊന്ന് കൂന്നി വെട്ടി രമഞ്ചൂരികൊന്ന് ലൂനി വെട്ടി ചുരികയുടെ ആണറ്റു വീണുപോയി ചുരികയുടെ ആണറ്റു വീണുപോയി ചുരികയുടെ ആണറ്റു വീണുപോയി ചുരികയുടെ ആണറ്റു വീണുപോയി എന്നെ ചാതിച്ചട ചന്തുകുട്ടി എന്നെ ചാതിച്ചട ചന്തുകുട്ടി എന്നെ ചാതിച്ചട ചന്തുകുട്ടി എന്നെ ചാതിച്ചട ചന്തുകുട്ടിയായി ഇതല്ലാതെന്നെ കൊല്ലരുതയായി ഇതല്ലാതെന്നെ കൊല്ലരുതയായി ഇതല്ലാതെന്നെ കൊല്ലരുതയായി ഇതല്ലാതെന്നെ കൊല്ലരുതേ ദുരികയില്ലൊരു കത്തിതരൻ ദുരികയില്ലൊരു കത്തിതരൻ ദുരികയില്ലൊരു കത്തിതരൻ ദുരികയില്ലൊരു കത്തിതരൻ തട്ടി തെറിപ്പിച്ചു കള്ളച്ചന്തു തട്ടി തെറിപ്പിച്ചു കള്ളച്ചന്തു തട്ടി തെറിപ്പിച്ചു കള്ളച്ചന്തു തട്ടി തെറിപ്പിച്ചു കള്ളച്ചന്തു എൻ്റെ ചമൂത്തച്ച വരം വരെ എൻ്റെ ചമൂത്തച്ച വരം വരെ എൻ്റെ ചമൂത്തച്ച വരം വരെ എൻ്റെ ചമൂത്തച്ച വരം വരെ ഇവിടെ വിളങ്ങ ഭഗവതിയെ ഇവിടെ വിളങ്ങ ഭഗവതിയെ ഇവിടെ വിളങ്ങ ഭഗവതിയെ ഇവിടെ വിളങ്ങ ഭഗവതിയെ കുമ്പിട്ടുവാരി മുറിച്ചുരിക കുമ്പിട്ടുവാരി മുറിച്ചുരിക കുമ്പേട്ടുവാരി മുറിച്ചുരിക കുമ്പേട്ടുവാരി മുറിച്ചുരിക മുറിച്ചുരിക കൊണ്ടൊരു എറിഞ്ഞു മുറിച്ചുരിക കൊണ്ടൊരു എറിഞ്ഞു മുറിച്ചുരിക കൊണ്ടൊരു എറിഞ്ഞു മുറിച്ചുരിക കൊണ്ടൊരു എറിഞ്ഞു വങ്ങാതെ വെള്ളണ്ണ രണ്ടു മുറിയായരിങ്ങോടരും രണ്ടു മുറിയായരിങ്ങോടരും രണ്ടു മുറിയായരിങ്ങോടരും അരിങ്ങുണ്ട ഭാഗത്ത് നാർക്കു വന്നു അരിങ്ങുണ്ട ഭാഗത്ത് നാർക്കു വന്നു അരിമൂട ഭാഗത്ത് നാർക്കു വന്നു അരിമൂട ഭാഗത്ത് നാർക്കു വന്നു പ്രിയവില്ലത്തെ
പ്രിയപ്പെട്ട MLA മെമ്പറായിട്ട് നമ്മുടെ മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ സദസ്സിലിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ സാംസ്കാരിക മുന്നേറ്റം ഗ്രാമങ്ങളിൽ എന്ന സന്ദേശവുമായി 100 ഗ്രാമങ്ങളിൽ 100 കലാകാരങ്ങളുമായി നടത്തപ്പെടുന്ന ഈ സന്ദേശയാത്രയുടെ 2 പരിപാടിയാണ് മലപ്പുറം ജില്ലയിൽ കിട്ടിയിട്ടുള്ളതെന്ന് അറിഞ്ഞു. അതിലൊന്നാണ് യാസ്കോ പൊറുക്കരയിൽ നടക്കുന്നത്. ഒട്ടനവധി കലാകാരന്മാരുള്ള ഈ പൊറുക്കരയിൽ ഇത് വെച്ച് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ കൂടിയ ആളുകൾ, ഇവിടുത്തെ കലാകാരന്മാർ, പലതരത്തിലുള്ള പ്രശസ്തി ആർജിച്ച കലാകാരന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പൊറുക്കര എന്ന് നമുക്കറിയാം. ഏതായാലും ഈ കോവിഡ് കാലത്തൊക്കെ വലിയ സിനിമാ മേഖലയിലുള്ള കലാകാരന്മാർ മുതൽ ഈ അടിത്തട്ടിലുള്ള പല കലാകാരന്മാർ വരെ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചൊരു കാലഘട്ടമാണ് കൊറോണ കാലം. നമ്മുടെ കലാകാരന്മാരൊക്കെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. ഇന്നതൊക്കെ നമ്മൾ പരിഹരിച്ചു പോയെങ്കിലും ഇന്നും ഒമിക്രോൺ എന്ന ഒരു കൊറോണ വൈറസിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള ഒരു ഭയത്തിൽ തന്നെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. ഒട്ടനവധി നിബന്ധനകളൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഇവിടെ കൂടിയ ഗ്രാമസന്ധ്യ നല്ലൊരു കലാസന്ധ്യയായി തന്നെ ഈ ഒരു പൊറുക്കരയിൽ നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇവിടെ ഒട്ടനവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതിനോടുള്ള സ്നേഹം നമുക്ക് ഇവിടുത്തെ സദസ്സ് കണ്ടാൽ അറിയാം. ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ MLA, അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുക. സഹോദരി സഹോദരന്മാരെ, ഈ സദസ്സിൻ്റെ അധ്യക്ഷ സുഗത ടീച്ചർ, വേദിയിലുള്ള നമ്മൾ ആദരിക്കപ്പെടുന്ന കലാകാരന്മാരും ഡോക്ടർ അക്കാദമിയുടെ ഭാരവാഹികളായിട്ടുള്ള അജയ്കുമാർ, എൻ്റെ അടുത്ത രഞ്ജനെ പോലെ സ്നേഹിക്കുന്ന സുരേഷ് ബാബു, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കലാകാരനായിട്ടുള്ള ഈശ്വൻ, വേദിയിലും സദസ്സിലുമുള്ള മാന്യ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഫോക്ലോർ മേഖലയ്ക്കകത്തുള്ള കലാകാരന്മാർ കഴിഞ്ഞ 2 വർഷത്തോളമായി വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ മേഖലയെ കൊണ്ട് പുഷ്ടിപ്പെടുത്തുക ഉദ്ദേശിച്ച പുതിയ അക്കാദമിയുടെ ശ്രമത്തിന് ഫലമായിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദുര്യോഗത്തിന് അല്ലെങ്കിൽ പ്രയാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്കകത്ത് ഇത്തരം കലാപ്രസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള ക്ഷീണവും ആ ഗ്രാമീണ മേഖലയിലെ ജനങ്ങളൊപ്പം നിന്നുകൊണ്ടുള്ള ഈ കലാകാരന്മാരുടെ ഇടപെടലുകൾക്കും കുറഞ്ഞു വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഒരു കലാകാരനും ഒരിക്കലും ഒരു വർഗീയവാദി ആവാൻ കഴിയില്ല. അവന്റെ മനസ്സിനകത്ത് ഏത് സമയത്തും കല മാത്രമാവും. ചിലപ്പോൾ സംഗീതത്തിനാവും, ഈ ഫോക്ലോർ മേഖലക്കകത്തുള്ള വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവനാവും, അതല്ലെങ്കിൽ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവനാവും, നാടകത്തിൽ ഒരു നടനായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവനാവും. ആ വ്യത്യസ്ത മേഖലയ്ക്കകത്തുള്ള ആ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലെ കല പോഷിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളാണ് എപ്പോഴും ആലോചിച്ചിരിക്കുന്നത്. കല സമൂഹത്തിന് വേണ്ടി എന്ന ബോധം കൂടി ഒരുമിച്ച് വരുന്ന അവസരത്തിൽ നമ്മുടെ സമൂഹത്തിനകത്ത് തനിക്ക് ഇതിന്റെ കലാരൂപ പ്രകടനത്തിൽ കൂടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന രൂപത്തിലേക്കുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും
നമുക്കകത്ത് വർഗീയതയോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലേക്കുള്ള തെറ്റായ ചിന്താഗതികളോ ഉണ്ടാവില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള കവിതകൾ ആരെഴുതി, എപ്പോൾ എഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി, അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോലെ അത് ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് നാടൻ കലകൾ, അനുഷ്ഠാന കലകൾ, അത് ഒന്ന് ഡോക്യുമെന്റേഷൻ വേണം. ആ കലാകാരന്മാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവത്തിന്റെ, ഇപ്പോ എന്റെ അയൽവക്കക്കാരനാണ് രാമൻ നായർ, അദ്ദേഹത്തിന്റെ പാന അവതരിപ്പിക്കുന്നു. ആ പാന അവതരിപ്പിക്കുക എത്ര ആൾക്കാരുണ്ട്? അപ്പൊ അവരുടെ കാലശേഷവും നമുക്ക് സമൂഹത്തോടുള്ള ഈ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയണം. ഫോക്ലോർ അക്കാദമി രണ്ടു വിധത്തിൽ ഈ കലയെ പോഷിപ്പിക്കുക എന്നത് ഈ കലയെ സംബന്ധിച്ചിടത്തോളമുള്ള വൈജ്ഞാനം അതിന് നാലാം മേഖലയ്ക്ക് പകർന്നു കൊടുക്കുക എന്നതുകൂടി ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് രണ്ടും കൂടി സമന്വയിച്ചു പോയിക്കൊണ്ട് നമ്മൾ ഇത്തരം പഴയ ഈ കലാകാരന്മാര് ബഹുമാനിച്ച് അതിനെ തേടിപ്പോയി, അന്വേഷിച്ചു പോയി, അതിന്റെ പ്രദേശത്തിന്റെ അവർ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുമായിട്ട് ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതോടൊപ്പം തന്നെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇവിടുത്തെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഒരു പ്രസ്ഥാനമായി, ഒരു പ്രദേശത്തിന്റെ പ്രസ്ഥാനമായി നിൽക്കുന്ന ഒരു ക്ലബും വായനശാലയുമാണ് യാസ്പോ. ഈ പുറംകോണിലെ ജനങ്ങളുടെ ജീവിതവുമായി ഇടപെടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യാസ്പോ. ആ യാസ്പോയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം കലാകാരന്മാരെ ആദരിക്കുന്ന പരിപാടി എല്ലാ വർഷവും നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഉന്നതരായ ശ്രേണികൾക്കകത്ത് നിൽക്കുന്ന കലാകാരന്മാരെ ബഹുമാനിക്കാനും ശ്രദ്ധിക്കാനും പലരും ഉണ്ടാകും നമുക്കുള്ളത്. പക്ഷേ ഇവരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ ഇത്തരം പരിപാടികൾ, അതിന് മുൻഗണന കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള പരിപാടികൾ നമുക്ക് ഇത്തരം പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുത്തിയെടുത്ത് അതിനെ അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്താൻ കൂടി നമുക്ക് കഴിയണം. അത്തരം പരിപാടികൾ നടത്തിപ്പിക്കുന്ന പരിപാടി കൂടി നമ്മുടെ ഈ ഫോക്ലോർ അക്കാദമിയെ പോലത്തെ സ്ഥാപനങ്ങൾക്ക് നമുക്ക് നടത്താൻ കഴിയണം. അതിന് ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം ചുരുക്കം വാക്കുകളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇവർ ആദരിക്കപ്പെടുന്ന എല്ലാ കലാകാരന്മാരെയും ഞാൻ അനുമോദിക്കുന്നു. അവരെ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനായ അജയ് കുമാർ സാറാണ് ഇതിന്റെ മുഖ്യ പ്രഭാഷണവും ഉപഹാര സമർപ്പണവും അദ്ദേഹത്തെ സ്നേഹത്തോടെ ഏകീകരിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അതിന്റെ 25 വർഷം പൂർത്തിയാക്കുക 1996 കേരള ഫോക്ലോർ അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വളരെ ആധികാരികമായി ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുന്ന അക്കാഡമിഷ്യന്മാർ ഇതിനകത്തുണ്ട്, നാടൻ കലാകാരന്മാരുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് അക്കാദമിയുടെ ഭരണസാന്നിധ്യം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ കേരളത്തിന്റെ ജീവിത പരിസരത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, സാംസ്കാരിക സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി. ഇത് മറ്റ് അക്കാദമികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? കേരളത്തിൽ വളരെ പ്രഗത്ഭമായി വർഷങ്ങൾക്ക് മുന്നേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്കാദമികളാണ് കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീതാലയ അക്കാദമി, കേരള ലളിതകല അക്കാദമി. താരതമ്യേന പ്രായം കൊണ്ട് പിന്നീട് വന്ന അക്കാദമികളിലൊന്ന് കേരള ഫോക്ലോർ അക്കാദമിയായിരുന്നു. അതും കഴിഞ്ഞാണ് കേരള ചലച്ചിത്ര അക്കാദമി വരുന്നത്. കേരളത്തിൽ ഏതാണ്ട് 95ഓളം സാംസ്കാരിക സ്ഥാപനങ്ങൾ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന അതിന്റെ മുൻനിര പ്രവർത്തനങ്ങളാണ് കേരള ഫോക്ലോർ അക്കാദമി ഉൾപ്പെടെയുള്ള മുഖ്യമായ മറ്റ് 5 അക്കാദമികളും കൂടി നിർവഹിക്കുന്നത്. ഒരേ സമയം കേരള ഫോക്ലോർ അക്കാദമിയുടെ വൈസ് ചെയർമാനായി ഇരിക്കുക തന്നെ കേരള സംഗീതാലയ അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗം കൂടിയാണ് ഞാൻ. അതുപോലെ ഞങ്ങളുടെ മറ്റ് അംഗങ്ങളും മറ്റ് അക്കാദമികളുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഉള്ള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ്
ഈ അക്കാദമികൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. മറ്റ് അക്കാദമികളിൽ നിന്ന് എങ്ങനെയാണ് കേരള ഫോക്ലോർ അക്കാദമി വ്യത്യസ്തമാവുന്നത് എന്ന് നന്നായിട്ട് പ്രസംഗത്തിനിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് മണ്ണിന്റെ മാത്രം മണമാണെന്ന്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ ഡൗൺ പ്രോഡക്ട്സിന്റെ മാർജിനലൈസ്ഡ് അവന്റെ ജീവിതം തന്നെ ആവിഷ്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കപ്പെട്ടതാണ്. അന്റോണിയോ ഗ്രാംഷിയുടെ ഭാഷ കടമെടുത്താൽ ജീവിക്കുകയും ഒഴുക്കളെ പോലെ ഞാൻ ജീവിച്ചതിൽ ബാക്കി പത്രം ബാക്കി നിർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനത എങ്ങനെയാണ് ഏത് കാലഘട്ടങ്ങളിലും പ്രതികരിക്കുക എന്ന് പ്രവചിക്കാനാവില്ല എന്നാണ്. അങ്ങനെ പ്രവചിക്കപ്പെടാൻ സാധിക്കാതിരുന്ന അവന്റെ ബോധങ്ങളും അവന്റെ ഉദ്ബോധനങ്ങളുമാണ് ഒരർത്ഥത്തിൽ ബാക്കി വെച്ച് ഇവിടെ പോയിരിക്കുന്നു. കേരള നാടക അക്കാദമി ഞങ്ങളിപ്പോൾ അതിന്റെ ഗവേഷണത്തിലാണ്. കേരളത്തിൽ 400ഓളം ഇനങ്ങൾ കലാരൂപങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 185 രൂപങ്ങളുടെ അലകും പിടിയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വിഷ്വൽ ഡോക്യുമെന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഞങ്ങൾക്ക് നന്നായിട്ട് ചോദിച്ചൊരു ചോദ്യം, ഈ ചവിട്ടുകൾക്ക് ഇതിലൂടെ പാടിയ ചവിട്ടുകൾക്ക് ഇത് ചെറുമരുടെ ചവിട്ടുകളിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല സമുദായങ്ങളിലും ചവിട്ടുകളിയും വട്ടക്കളിയും ഉണ്ട്. ഈ വട്ടക്കളിയും അല്ലെങ്കിൽ ചവിട്ടുകളിയും രണ്ട് രീതിയിലുണ്ട്. പറയുടെ ചവിട്ടുകളിയുണ്ട്. അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൽ തന്നെ 7-8 വിഭാഗങ്ങൾ ഈ സംഗതികളുണ്ട്. ഇതിന്റെ വരികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതിന്റെ താളങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ വിഷ്വൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നിടത്ത് കേരളത്തിലെ പല സ്ഥാപനങ്ങളും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്യുമെന്റ് ചെയ്താൽ ഇത് എത്ര കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിന് പോലെ ശാസ്ത്രീയമായി ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഷയം എന്താണെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊക്കെ അറിയും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയും. ഇപ്പൊ കേരള ഫോക്ലോർ അക്കാദമി ഇതുവരെയായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കേരളത്തിലെ നാടൻ കലാകാരന്മാരെ ആദരിക്കുക, അവാർഡുകൾ നൽകുക, ഫെലോഷിപ്പുകൾ നൽകുക എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഫെലോഷിപ്പുകൾ നൽകുന്നുണ്ട്, ഗുരുപൂജ പുരസ്കാരം നൽകുന്നുണ്ട്, അവാർഡുകൾ നൽകുന്നുണ്ട്, യുവപ്രതിഭാ പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്, ഏറ്റവും മികച്ച ഗ്രന്ഥങ്ങൾക്ക് അവാർഡുകൾ നൽകുന്നു. ആർക്കാണ് അവാർഡ് നൽകുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ തെക്കിനപ്പുറത്തെ പാറശാല ഭാഗത്തുള്ള നെയ്യാറ്റിൻകര സൈഡിലുള്ള വനങ്ങളിൽ താമസിക്കുന്ന കാളിക്കാർ മുതൽ മഞ്ചേശ്വരത്ത് അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്ത് കേരളത്തിന്റെ ഇങ്ങേയറ്റത്ത് വടക്കേ അറ്റത്ത് അവിടെ ജീവിക്കുന്ന നരസന്നനും മറാഠിക്കും കൊറകനും അവർക്ക് ആശ്രയിക്കാവുന്ന അക്കാദമി ഏതാണ്? നേരത്തെ പറഞ്ഞല്ലോ 64 നമ്മുടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 64 വിഭാഗങ്ങളെ ഷെഡ്യൂൾഡ് ട്രൈബിലും കാസ്റ്റിലുമായി കേരള സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ തലമുറക്കും കൈമാറി 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 വന്നുള്ള കലാരൂപങ്ങളെ ഇന്നിപ്പോ അവർ കളിച്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിരിക്കുന്ന കളി അവരുടെ അക്കാദമിയിൽ ചെന്ന് പഠിച്ചതല്ല, കലാമണ്ഡലത്തിൽ ചെന്ന് പഠിച്ചതല്ല, ഒരു ഡാൻസ് ടീച്ചറുടെ കീഴിൽ നിന്ന് പഠിച്ചതാണ്. അവരുടെ വീട്ടിൽ അവരുടെ മുതിർന്നവർ, അവരുടെ അപ്പൂപ്പന്മാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ. ഇതിൽ ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, 1-ാം വട്ടം കളി കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ കളിയിൽ വെച്ചിരുന്ന വെക്കിലി എടുത്ത് മുറുക്കി കാണണം. 2-ാം വട്ടം കളിക്ക് വേണ്ടി അവർ തയ്യാറാകും. എത്ര ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അവർ കളിക്കുന്നതിൽ തന്നെ തുപ്പും. പ്രോട്ടോകോൾ തന്നെ തുപ്പരുത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ തുപ്പിയിരിക്കും. അത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല, അത് അവർക്ക് ഒരു അന്യമായ കാര്യമല്ല. ഈ രൂപങ്ങളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി പുനരവതരിപ്പിക്കുക എന്നുള്ളത് അക്കാദമിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ഏറ്റെടുക്കുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ നന്ദകുമാർ പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായി ഇതിന്റെ ഡോക്യുമെന്റേഷൻ, വിഷ്വൽ ഡോക്യുമെന്റേഷൻ ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ധീരമായി നിങ്ങളോട് മുന്നോട്ട് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഞങ്ങളുടെ അക്കാദമിയിലേക്ക് വരൂ, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറയാവുന്ന പ്രായം അതിനായിട്ടില്ല എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ട്. മറ്റൊന്ന് കേരള ഫോക്ലോർ അക്കാദമി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നാടൻ കലാകാരന്മാർക്ക് അവർക്ക് ചികിത്സാ സഹായമാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം വടക്കേ മലബാറിൽ തെയ്യം കിട്ടുന്നത് ഇവിടെ ഞങ്ങളിപ്പോ കുറച്ച് നേരത്തെ പോയിട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടിരുന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദരം ആ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കാലുമില്ല. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം വീൽ ചെയറിലാണ്. ഇവർക്ക് നിരന്തരം പിടികൂടപ്പെടുന്ന അസുഖം, ഈ അസുഖത്തിന് ഒരാളുകൂടി കേരള ഫോക്ലോർ അക്കാദമി സഹായധനം നൽകുന്നു.
ഇതൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. ഞങ്ങൾ എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ ബാധ്യതയാണ്. കേരള സർക്കാരിന്റെ ഒരു ഏജൻസി മാത്രമാണ് കേരള ഫുട്ബോൾ അക്കാദമി. നാടകപ്രവർത്തകരെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, കഥകളിക്കാരെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യധാര കലാകാരന്മാർക്ക് കിട്ടുന്ന എന്ത് ആദരവാണ് ഈ സമൂഹത്തിന് കിട്ടുന്നതെന്ന് ആവർത്തിച്ച് ഞങ്ങളടക്കം ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന് ഉത്തരങ്ങൾ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുക. ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാമല്ലോ, ഒരു മാർച്ച് മാസം ലോകം മുഴുവൻ അടച്ചിടുന്ന സമയത്താണ്, കോവിഡ് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏൽപ്പിക്കപ്പെട്ട പരിപാടികൾ അത് മുഴുവൻ നിലച്ചു പോവുകയും എല്ലാ അർത്ഥത്തിലും അതിന്റെ ഷട്ടറുകൾ താഴേക്ക് വീഴുകയും ചെയ്തു. 3 മാസം കാത്തിരിക്കുകയും ആ ഓഗസ്റ്റിൽ തന്നെ 2020 ഓഗസ്റ്റിൽ തന്നെ കേരള ഫുട്ബോൾ അക്കാദമി തീരുമാനമെടുക്കുകയും കലാകാരന്മാർ അവരുടെ കലാരൂപങ്ങൾ ഒരു മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ ഒരു 20 മിനിറ്റ് ദൈർഘ്യമുള്ളത് പിടിച്ചു തരിക ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ ലോകത്തെ അറിയിക്കുകയാണ്. 10 കലാകാരന്മാർക്ക് 20,000 രൂപ നൽകുന്ന ഒരു പദ്ധതി ഞങ്ങൾക്ക് തുടങ്ങി. വിഷ്വൽ മീഡിയയിൽ കേരളത്തിൽ ആദ്യമായി ഇത്തരം ഒരു പദ്ധതി തുടങ്ങിയത് കേരള ഫുട്ബോൾ അക്കാദമിയാണ്. എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കാണാം. കേരള ഫുട്ബോൾ അക്കാദമിയുടെ ഫേസ്ബുക്കിൽ വിവിധങ്ങളായ കലാരൂപങ്ങൾ ഫിറോസ് അടക്കം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിന്റെ മൂല്യമല്ല നമ്മൾ കാണുന്നത്. 10 കലാകാരന്മാരെ ഞങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കേരള സർക്കാർ 32,000 കലാകാരന്മാർക്ക് 2,000 രൂപ വെച്ച് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. 2,000 രൂപ കൊണ്ട് 4 മാസം ജീവിക്കാൻ വേണ്ടി കിട്ടുമെന്നുള്ള തിരിച്ചുള്ള ചോദ്യത്തിലല്ല. ഇത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങായി ഞങ്ങൾ ഉണ്ട് എന്ന് തീരുമാനിക്കുക. അവർക്ക് ആശ്രയിക്കാൻ ഒരു സ്ഥാപനം ഉണ്ട് ഇവിടെ. ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായിരുന്നു ഞങ്ങൾ അത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നു. മറ്റൊന്ന്, കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് കേരള ഫുട്ബോൾ അക്കാദമി. ഒരു എഡിഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ്, 2021 ഫെബ്രുവരിയിലാണ് കണ്ണൂരിലെ പയ്യന്നൂരിൽ വെച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 10 വലിയ സിനിമകളും 16 ഡോക്യുമെന്ററികളും 24 ഷോർട്ട് ഫിലിമുകളും ഞങ്ങൾ അവതരിപ്പിച്ചു. ഇതൊക്കെ അവതരിപ്പിക്കുന്നതിന്റെ കാരണം അതിനെക്കൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, ഞങ്ങൾക്ക് പങ്കുവെക്കാവുന്ന ലോകത്തിന് മുഴുവൻ പ്രാചീനതയിലെയും അവരുടെ താളങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ ജീവിതങ്ങൾ അതെങ്ങനെയാണ് കേരളത്തിലെ ജനതയുമായി സമ്പർക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് തന്നെ ഞാൻ അധികം എഴുതുന്നില്ല. ഈ പരിപാടിയുടെ ഗ്രാമസന്ധ്യ എന്ന് പറയുന്ന പരിപാടി ഇതിൽ ഞങ്ങൾ തീരുമാനിച്ചത് ഇങ്ങനെ തന്നെയാണ്. അക്കാദമി ഒരു രൂപയുടെ സാമ്പത്തിക ചെലവ് പോലും ഈ സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലത്തുള്ള ഒരു സംഘാടകനും ഏൽക്കേണ്ടതില്ല. അക്കാദമി തന്നെ പൂർണ്ണമായും ചെയ്യാം. ഇനി എങ്ങനെ ഈ സംഘത്തിലെത്തി എന്നോട് പറയാം. 16 ജില്ലകളിൽ 100 അവതരണങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 ജില്ലകളിൽ 2 വീതം കേന്ദ്രങ്ങളിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. മലപ്പുറം ജില്ലയിൽ ഇന്നലെ അങ്ങാടിപ്പുറത്ത് അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ഞാൻ പുരോഗമന സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഫോക്ലോറാണ് കേന്ദ്രീകരിച്ചതെങ്കിലും തിയേറ്റർ ആയാലും സംഗീതമായാലും ഈ മേഖലകളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയ സംഘം നമുക്കുണ്ടാവും. അങ്ങനെ വേണു പാലുവിനോട് ഞാൻ ചോദിക്കാൻ, മലപ്പുറത്ത് ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നു, എവിടേക്കാണ് സംഘടിപ്പിക്കേണ്ടതെന്നൊരു അഭിപ്രായം പറയും. ഉടനെ എനിക്ക് ഫോൺ തരുന്നത് നമ്മുടെ വിജയമൊക്കെയാണ്. എത്രയോ കാലത്തെ പരിചയം പരസ്പരം ഉണ്ട് എന്നുള്ള രീതിയിലാണ് വക്കീൽ എന്ന് വിളിക്കുന്നത്. പരസ്പരം അജയും വിജയനുമായി കുറെ നാളുകളായി നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ആസ്പ പുറത്തുന്നതിനെ കുറിച്ച് ഭയങ്കര അസൂയ തോന്നുകയാണ് ഇപ്പോൾ. നേരത്തെ ഒരാൾ ആദരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് നിങ്ങളെങ്ങനെ ഇത് സാധിച്ചെടുക്കുന്നത് എന്നതാണ്. സ്വന്തമായിട്ട് ജന്മിമാരായിട്ടുള്ള സംഘമാണ്. ഒരുപാട് സ്ഥലം സ്വന്തമായിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കുന്നു. അപ്പോഴും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് വക്കീൽ ആവശ്യപ്പെടുന്ന കാര്യം എന്തെങ്കിലും നേരത്തെ നന്ദണ്ണം പറഞ്ഞ അധ്യയനാണ്. അവർ ആദരിക്കുന്നതിന് വേണ്ടി ചെന്ന ഇടങ്ങളിലെ കലാകാരന്മാരുടെ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അക്കാദമിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം എടുക്കുകയാണ്. അതുകൊണ്ട് കേരള ഫുട്ബോൾ അക്കാദമിയുടെ നാടൻ കലാകാരന്മാരുടെ നാട്ടുകൂട്ടത്തിന്റെ മുഴുവൻ നന്ദി
വിജയ വക്കീലിനോടും രാഷ്ട്രീയനോടും ഞങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ തയ്യാറാണ്. ഇനി പ്രൊജക്റ്റുകൾ വന്നാൽ നിർബന്ധമായി ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ 14 ജില്ലകളിൽ ഞങ്ങൾക്ക് നടത്തിയെടുക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നത് 20 കലാകാരന്മാരുടെ 2 കലാസംഘങ്ങളുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങളിൽ ഏതാണ്ട് 40ഓളം പേർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. മറ്റൊന്ന്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ വെള്ളി വെളിച്ചത്തിൽ കാണാതിരുന്ന 10 കലാകാരന്മാരെ ഇവിടെയൊക്കെ ഇപ്പൊ വക്കീലിനോട് ഞങ്ങൾ 11 പേരെ ആദരിക്കും. അക്കാഡമിക്ക് വിരോധമുണ്ടെന്നുള്ള തൽക്കാലം വിരോധം ഉണ്ടെന്ന് പറഞ്ഞാലും നിർത്തിയില്ലല്ലോ. 11 പേരെങ്കിൽ 11 പേര്, 12 ആവരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം 10 ഞങ്ങൾ എൻ്റെ അടുത്ത് തീരുമാനിച്ചിരിക്കുന്നു. ഈ 10 പേര് നിങ്ങൾ എത്ര പേർ ഏത് വേദിയിൽ നിങ്ങൾ എനിക്ക് ഇതുവരെ ആദരിച്ചിട്ടുണ്ടാവും? അവരുടെ ജീവിതത്തിൽ വിയർപ്പൊഴുക്കി അവരുടെ വിയർപ്പ് വീണ് മണ്ണിൽ ഉപ്പ് വന്നിരിക്കുന്ന ഇടമാണിത്. ഈ പാല പാടുന്നയാള്, പാട്ട് പാടുന്നയാൾ, ചവിട്ടി നടക്കുന്ന പൂത അവതരിപ്പിക്കുന്ന ഇവരെ ആദരിക്കുന്നതിന് ഞങ്ങൾ തന്നെയാണ് ഉള്ളത് എന്ന് ഞങ്ങൾ ബോധ്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വെച്ച് നേരത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന രമേശ് ഉണ്ടായിരുന്നു. അവിടുത്തെ MLA അദ്ദേഹമാണ്, അരിക്കുളം പഞ്ചായത്തിലാണ്. അദ്ദേഹം ആദരിക്കുന്നതിന് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു പേറ്റിച്ചിയെ, കൊച്ചു നാണി എന്ന് പറയുന്ന നാടൻ പേറ്റിച്ചിയെ ആദരിക്കുന്നതിന് വേണ്ടി അവരെ കുറിച്ച് OK ബാബു എന്ന് പറയുന്ന അവരുടെ ജീവചരിത്രം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് രാമകൃഷ്ണൻ കണ്ണു തുറക്കുകയും ഞാൻ സ്വകാര്യം ചോദിച്ചു എന്താ പറ്റിയ, ഞാൻ കരുതുന്നത് കണ്ണിലെന്തോ വീണതാണെന്ന. അപ്പോൾ പറഞ്ഞ് കണ്ണിൽ വീണതല്ല ആശയം, എന്റെ പ്രസവമേറ്റത് ഈ കൊച്ചു നാണിയുടെ അമ്മയാണ് എന്നെ പൊക്കൽ കൊടി കുറിച്ചു വെച്ചത്. അക്കാഡമിയുടെ മുന്നിൽ എഴുത്തുകാര്, നെയ്ത്തുകാര്, കിണർ കുടിക്കുന്നവര്, കൽപ്പണിക്കാര്, ഇവരൊക്കെ ഈ ഭൂമിക്ക് വേണ്ടി ഈ സംസ്കാരത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്തവരാണ്. അവരൊക്കെ ഇതിനകത്ത് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുന്നത്. കലാകാരന്മാർക്ക് അപ്പുറമുള്ള നിങ്ങളൊക്കെ ഒരു വീട് പണിയുമ്പോൾ മാത്രം ആലോചിച്ച് നോക്കിയാണ് കല്ല് ചെത്തിയത് അല്ലെങ്കിൽ കല്ല് വെക്കുന്നത് ഒന്നും തിരിഞ്ഞാണെങ്കിൽ എന്തായാലും സംഭവിക്കുക എന്നുള്ളത് വളരെ നന്നായിട്ട് നമുക്കറിയാം. ഇവരൊക്കെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗ്രാമസഭ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 3 അജണ്ടകൾ ഞങ്ങൾ വെച്ചിരുന്നു. അതിലൊന്ന് കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സമം പരിപാടിയാണ്. സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ജെൻഡർ ഇഷ്യൂ അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ വളരെ വിശ്വാസശാലിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയനായിരുന്നു അതിന്റെ അധ്യക്ഷത വഹിച്ചത്. ആ ചടങ്ങിൽ അന്ന് സംബന്ധിച്ചിരുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനായിരുന്നു. അതുകൊണ്ട് പെണ്ണ് എന്താണ്, പെണ്ണ് മാറ്റിവെക്കപ്പെടുന്ന ഒരാളല്ല എന്നും പെണ്ണ് സമശീർഷയായ, സമബോധമുള്ള, സമ ഉത്തരവാദിത്വമുള്ള സമൂഹത്തിന്റെ പുനർഘടനയിൽ കേരളത്തിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. 50% സംവരണമുള്ള കേരളത്തിലെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ വകുപ്പ് കാര്യാലയങ്ങൾ മുഴുവൻ നോക്കുക. എത്രമാത്രം ആർദ്രതയുള്ള, എത്രമാത്രം കരുണയുള്ള, എത്രമാത്രം സ്നേഹമുള്ള ഭരണകൂടങ്ങളാണ് പ്രാദേശികമായി നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ വളരുമ്പോൾ കരുത്തിന്റെ പ്രതീകങ്ങളായി വളരും എന്ന ഉറച്ച ബോധ്യം കേരള ഫോക്ലോർ അക്കാദമിക്കുണ്ട്. അതിന്റെ നടത്തിപ്പ് കൂടി ഇതിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 75 വർഷം ആഘോഷിക്കുന്ന സമയത്ത് തമസ്കരിക്കപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സംഭവങ്ങളെ മുഴുവൻ തുന്നൽ അവതരിപ്പിക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിന് നമുക്ക് സാധിക്കണം. ഞാൻ മലപ്പുറത്തിന്റെ മണ്ണിലാണ് സംസാരിക്കുന്നത്. നല്ല ബോധ്യമുണ്ടിരിക്കും. 1920-ൽ 21-ൽ മലബാർ ലഹള എന്ന പേരിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മലപ്പുറത്ത് നടന്ന ലഹളയെ കുറിച്ച് പിന്നീട് ഏറ്റവും അവസാനമായിട്ട് അറിയാലോ കുമാരനാശാനെ കൊന്നതാര്. കുമാരനാശാനെ കൊന്നതാര് എന്ന് വെച്ചാൽ ഇടതുപക്ഷ സംഘടനകൾ വളരെ നേതൃത്വ നിലയിലുള്ള ചില സംഘടനയാണെന്നുള്ള ധാരണയിലാണ് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നത്. ആ സമയത്ത് ഇറങ്ങിയ പല മാധ്യമങ്ങളും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കുമാരനാശൻ ശ്രീനാരായണ ഗുരുവിന്റെ നിർദ്ദേശത്തോടുകൂടി അദ്ദേഹം കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്യുകയും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന റെഡിമർ ബോട്ടിൽ ഇതിന്റെ കൃത്യമായ രേഖകൾ കയ്യിലുണ്ട്. ഒരു ജനുവരി 14 നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു ദിവസമായി. റെഡിമർ ബോട്ടിൽ രാത്രി വൈകുന്നത് വരെ കരുണ പാടുകയും പല്ലടയാക്കി വെച്ച് അദ്ദേഹം കിടന്നിരുന്ന മുറിയുടെ ടവർ ബോൾട്ട് ഇട്ടിട്ടാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. പിന്നീട് പല്ലടയാക്കി വെച്ച് ബോട്ട് പറയുകയും മരണമുണ്ടാവുകയും ചെയ്തു. ഭാരവതി അമ്മക്ക് പോലും പരാതിയില്ലാതിരിക്കുകയും അഭിനവ സുഹൃത്തുക്കൾ മുഴുവൻ പരാതി ഉണ്ടാക്കുകയും ചെയ്യാം. അതിനെ ദുരവസ്ഥയാണ് കൂട്ടുപിടിക്കുന്നത്. മുഹമ്മദിയർ എന്ന് പറയുന്ന വരികൾ എന്തിനാണ് ആശാൻ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് പിന്നീട് MH സംഭവം എറണാകുളത്ത് വെച്ച് തീരുമാനമെടുത്തു. ദുരവസ്ഥ പഠിപ്പിക്കരുത്, ആശാന്റെ കവിതകൾ ഏറ്റവും മോശം കവിതയാണ് ദുരവസ്ഥ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, പറഞ്ഞു വരുന്ന ഒറ്റ കാര്യമുള്ളൂ. 3 താലൂക്കുകളിൽ മാത്രം ഉണ്ടായിരുന്ന കർഷക തൊഴിലാളികളെ
കയറ്റി കൊണ്ടുപോയി വാഗൺ ട്രാജഡിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആ ഒരു കാര്യം തിരിച്ചു വന്നപ്പോ 64 ശവങ്ങളുമായി തിരിച്ചു വന്നപ്പോ 45-ഉം 8-ഉം 53 പേരെ 2 പള്ളികളുടെ കബറിടങ്ങളിൽ നിർത്തുകയും ബാക്കിയുള്ളവർക്ക് കല്ലുവെട്ട് കുഴിയിൽ വിട്ടുകൂടുകയും ചെയ്തിരുന്ന ജീവസുറ്റ ചരിത്രബോധം അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന അഭിനവ സാമൂഹ്യ മേഖലയെ തുറന്നു കാണിക്കാതെ പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷം അവരുടെ വർഷമായി നമ്മൾ ആഘോഷിക്കുക എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ചെറുതും വലുതുമായ ഏത് ചെറുത്തുനിൽപ്പിന്റെയും സ്വാതന്ത്ര്യ സമര ഭാഗം പഠിപ്പിക്കപ്പെടണം, പറയണം. കർഷക സമരത്തെ കുറിച്ച് ആളുകൾ അറിയണം. ഞാൻ ഇന്നലെ അങ്ങനെ പുറത്ത് സംസാരിച്ചത് ബഹുമാനപ്പെട്ട KPR ഗോപാലിനെ കുറിച്ചായിരുന്നു. കൊലപുരത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന KPR ഗോപാലിന്റെ ചരിത്രം ഏത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഉള്ളത് എന്ന് ഞാൻ ഇന്നലെ അവിടെ ചോദിച്ചു. ആ ചോദ്യത്തെ ആവർത്തിച്ച് ഇവിടെയും ചോദിക്കാം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അമൃത വർഷം ആഘോഷിക്കുന്ന സമയത്ത് പാരമ്പര്യവാദം മാത്രമല്ല ഉണ്ടാവേണ്ടത്, ഒരു മിത്തിന്റെ പിറകെയുള്ള സഞ്ചാരം മാത്രമല്ല ഉണ്ടാവേണ്ടത്, വസ്തുതകളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ഗ്രാമസന്ധികൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കേരളത്തിന്റെ സമകാലിക സാംസ്കാരിക അവസ്ഥയാണ്. എനിക്ക് ശേഷം ഒരു സംഘം ആളുകൾ സംസാരിക്കാൻ അവരൊക്കെ സംസാരിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഏതായാലും ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ എടപ്പാളിൽ എത്തിപ്പെടാൻ എടപ്പാളിൽ തന്നെ പറയുന്നു. അതുകൊണ്ടൊന്നും തോന്നട്ടെ, കാരണം ഈ സംഘടനയോടും സംഘാടനത്തോടും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് എല്ലാവരോടും ബഹുമാനമുണ്ട്. കേരള പൊക്കുവര അക്കാദമിയുടെ നന്ദിയും ആദരവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അക്കാദമി തയ്യാറാണ് എല്ലാ പരിപാടികളും സ്വീകരിക്കുന്നതിന്. നന്ദി, നമസ്കാരം. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുബേദ ടീച്ചറുടെ അത്യാവശ്യമുള്ള കോഴിന് ആ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. അടുത്തത് നമ്മുടെ കലാകാരന്മാർക്ക് ആദരം അർപ്പിച്ച് സംസാരിക്കുക എന്ന ചടങ്ങാണ്. അതിൽ നമ്മളെ വിഷയത്തിനാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വിഷയത്തിന്റെയും അഭിപ്രായ പ്രകാരം നമ്മൾ ഈ കേരള ഫോക്ലോർ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള ഫിറോസ് ബാബു അവരെ ക്ഷണിക്കുകയാണ് കലാകാരന്മാരെ ആദരിച്ച് സംസാരിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി യാസ്ട്രോ ക്ലബുമായിട്ട് ചേർന്ന് നടത്തുന്ന ഇന്നത്തെ ഈ ഹൃദയസ്പർശിയായ ആദരവ് നാടൻ കലകളുടെ അവതരണം ഈ പ്രൗഢമായ വേദിയിലും സദസ്സിലുള്ള വേദി വിട്ടുപോയ പ്രിയ മന്ദേട്ടൻ ഉദ്ഘാടനം ചെയ്ത് തിരക്കുകൊണ്ട് വേദി വിട്ടുപോയ മന്ദേട്ടൻ, അധ്യക്ഷസ്ഥാനത്തുണ്ടായിരുന്ന പ്രിയ ടീച്ചർ, പ്രിയപ്പെട്ട ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട അജയ് കുമാർ സാർ, എന്റെ പ്രിയ സുഹൃത്ത്, എടപ്പാടിന്റെ മലബാറിന്റെ കേരളത്തിന്റെ അഭിമാനമായ പാട്ടുകാരൻ, വിനയത്തിന്റെ പര്യായമായ പാട്ടുകാരൻ എന്നുകൂടി ഞാൻ പറയും. എന്റെ പ്രിയ സുഹൃത്ത് എടപ്പാട് വിശ്വനാഥ്, വേദിയിലുള്ള ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ഞങ്ങളേറെ മനസ്സുകൊണ്ട് ബഹുമാനിക്കുന്ന പ്രിയ കാരണവന്മാര്, കലാകാരന്മാര്, സദസ്സ്, അധികം സംസാരിക്കുന്നൊന്നുമില്ല. ഇത് ഫോക്ലോർ അക്കാദമി ചെയ്യുന്ന ഒരുപാട് കടമകളിൽ അജയ് സാർ പറഞ്ഞ പോലെ ഇത് സർക്കാർ ഒരു കടമ, വെറും കടമയല്ല. കലാലോകത്ത് കല കൊണ്ട് ജീവിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതം അങ്ങോട്ട് വഴി തിരിച്ചുവിടുമ്പോൾ, വഴി തിരിഞ്ഞു പോകുമ്പോൾ തന്റെ യോഗ്യതാ പത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ താൻ നേടിയ ട്രോഫികളെക്കുറിച്ചോ മറ്റൊന്നും ചിന്തിക്കാതെ ഏത് കലയാണ് പ്രാവർത്തികമാക്കുന്നതെങ്കിലും, കോൽക്കളിയാവട്ടെ, നാടൻപാട്ടാവട്ടെ, ചവിട്ടുകളിയാവട്ടെ, എന്ത് കലയാണ് അവർ പ്രാവർത്തികമാക്കുന്നെങ്കിലും അതുകൊണ്ട് തന്റെ മക്കളെ, തന്റെ കുടുംബത്തെ പോറ്റണമെന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും പലരിലേക്കും പലപ്പോഴും കല കടന്നു വരുന്നത്. കല പ്രകൃതി അനുഗ്രഹിച്ച് നൽകുന്ന, ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കഴിവാണ് ഏത് കലയായാലും. എ സിംഗർ ക്യാൻ ബിക്കം എ ഡോക്ടർ, എ ഡോക്ടർ കനോട്ട് ബിക്കം എ സിംഗർ എന്നാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു കലാകാരന് ഡോക്ടറാവാം, ഒരു ഡോക്ടർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു കലാകാരനാവാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നതല്ല. അത്
ശാസ്ത്രം പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് കല? ഡോക്ടറുടെ ജോലി ചെറുതെന്നല്ല ഉദ്ദേശിക്കുന്നത്. കല എന്താണ്? ദൈവം അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കഴിവാണ്, ഒരു സുപ്രഭാതത്തിൽ ലഭിക്കുന്നതല്ല. അത് ലഭിച്ച് അതുകൊണ്ട് കുടുംബം പോറ്റാൻ വേണ്ടി പ്രയാസപ്പെട്ട, ഏറെ പ്രയാസം അനുഭവിച്ച, മറ്റൊന്നും ചിന്തിക്കാതെ, നന്ദേട്ടൻ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു, അജയ് സാറ് പറഞ്ഞു, കലാകാരന്റെ മനസ്സിൽ കലാപം ഉണ്ടാകില്ല, കലയുള്ളിടത്തും കലാപം ഉണ്ടാകില്ല. അങ്ങനെ കലാപമില്ലാത്ത, കലാപം ഇവിടെ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് മറ്റൊരു ഭാഗത്ത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ആരിവിടെ പാടണം, ഏത് പാട്ട് ഇവിടെ പാടണം, ഒരു പാട്ടുകാരനായതുകൊണ്ട് അറിവില്ലെന്ന് പറയുകയാണ്. ആര് പാടണം, എവിടെ പാടണം, എങ്ങനെ പാടണം, എപ്പോൾ പാടണം എന്ന് ആരൊക്കെയോ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ കലകളും വഴിമാറി പോകുന്നു എന്ന് നമ്മൾ സംശയിക്കുന്ന, ഭീതിപ്പെടുന്ന ഒരവസ്ഥയിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കലാകാരൻ പാടുന്നത് ഒരു സമൂഹത്തിന് വേണ്ടിയാണ്. അത് കേട്ടിരിക്കുന്നവരിൽ എല്ലാവരും ഉണ്ടായിരിക്കും. കലാകാരൻ ഒരു കല പ്രദർശിപ്പിക്കുന്നത്, അത് ഏത് കലയായാലും അത് പ്രദർശിപ്പിക്കുന്നത് ഒരു സമൂഹത്തിന് നന്മ നൽകാനാണ്. എല്ലാ കലയിലും ഒരു സന്ദേശം ഉണ്ടായിരിക്കും. അത് ചെറിയൊരു ഗാനമാണെങ്കിൽ പോലും അതിന്റെ വരികളിൽ, അതിന്റെ ഈണത്തിൽ, അതിന്റെ ആലാപനത്തിൽ സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരു സന്ദേശം ഉണ്ടായിരിക്കും. ഫോക്ലോർ അക്കാദമി ഒരുപാട് കലാകാരന്മാരെ, ഇപ്പോ അജയ് സാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നില്ല, ഈ ഒരു കോവിഡിന്റെ പ്രയാസത്തിലൊക്കെ പലപ്പോഴും പല മേഖലയും വീണുപോയ സമയത്ത് നോക്കുകുത്തി വീണുപോയൊരു മേഖലയാണ് കലാമേഖല. പലപ്പോഴും പലരും അത് ശ്രദ്ധിച്ചോ എന്നറിയില്ല. കാരണം സമൂഹത്തിൽ കലാകാരനെ അത്രമാത്രം ശ്രദ്ധ കൊടുത്ത് വീക്ഷിക്കുന്നവർ വളരെ കുറച്ചായിരിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഫോക്ലോർ അക്കാദമി ആ സമയത്ത് ഫേസ്ബുക്ക്, അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ, ഫോക്ലോർ അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ സാധാരണ കലാകാരന്റെ കലകൾ അവതരിപ്പിച്ച്, ഞാനൊക്കെ കുറെ കലാകാരന്മാർക്ക് രക്ഷയാവും വിധം, എനിക്ക് വേണ്ടിയല്ലായിരുന്നു, ചില പരിപാടികൾ എടുത്ത് ഞങ്ങളുടെ അക്കാദമിയിൽ ഏൽപ്പിച്ച്, അക്കാദമി വഴി അത് ഫേസ്ബുക്ക് പേജിലൂടെ വന്ന് ഒരുപാട് കൂടെ നിന്ന കലാകാരന്മാർക്ക് ചെറുതാണെങ്കിലും, അതുകൊണ്ട് ഒരു കാലഘട്ടം കഴിയാമോ എന്നുള്ളതല്ല, എന്നാലും ഒരു ആശ്വാസമാകും വിധം, അത് 2000 ലഭിക്കുമ്പോൾ അതിന് 2 ലക്ഷത്തിന്റെ വിലയുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. അങ്ങനെ അക്കാദമി ആകും വിധം കലാകാരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും മനസ്സിൽ നിന്ന്, നിങ്ങൾ കാലങ്ങൾ കൊണ്ട് പകർന്നു തന്ന, ഈ ഇരിക്കുന്നവര് നിങ്ങൾ കാലം കൊണ്ട് പകർന്നു തന്ന കലയാണ്. ഇപ്പൊ എന്നെ പോലെയോ, വിശ്വനെ പോലെയോ, അജയ് സാറിനെ പോലെയോ, അല്ലെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്ന അവരുടെ തലമുറയ്ക്ക് ശേഷമുള്ളവരെ പോലെ ഞങ്ങളൊക്കെ നെഞ്ചേറ്റി നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത്. കലാകാരൻ ഉയർന്ന് ഭൂമിയിൽ നിൽക്കുന്നവനല്ല എന്ന ചിന്തയുള്ള ഒരു കലാലോകവും ഇവിടെയുണ്ട്. പുതുതലമുറയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉപദേശിക്കുകയല്ല ഇപ്പോൾ. പക്ഷേ കലാകാരൻ ഭൂമി സാധാരണക്കാരനായി അവന് ദൈവികമായി കിട്ടിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ കലയെ സ്നേഹിച്ച് കല ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇന്നിവിടെ ആദരവേറ്റ് വാങ്ങുന്നത്. യാസ്കോ ക്ലബ് ഏറ്റെടുത്ത ഈ ഒരു കർമ്മം, ഫോക്ലോർ അക്കാദമി ഏൽപ്പിച്ച ഈ ഒരു കർമ്മം, യാസ്കോ ക്ലബ് ഏറ്റെടുക്കാൻ കാണിച്ച ഒരു സന്മനസ്സിന് അക്കാദമിയുടെ ഒരു എളിയവനായ അമ്മ എന്ന നിലയിൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കലാകാരന്മാർക്ക് ആയുരാരോഗ്യ സൗഖ്യം, ദീർഘായുസ്യം നേർന്നുകൊണ്ട് അവരുടെ കുടുംബജീവിതം എല്ലാം നല്ല ഒരവസ്ഥയിലേക്ക് കാലം കൊണ്ട് അവരിലുള്ള കല പഠിപ്പിക്കാനും പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. Come on!
ഇവിടെ നിൽക്കാൻ കഴിയുന്നത് ഈ സന്തോഷങ്ങളെ നിങ്ങളോടൊപ്പം ഇവിടെ കൂടാൻ കുറച്ച് പാത്രവുമായി ഈ സമയത്ത് ധന്യമാകാൻ പറ്റിയ അവസരം വളരെ സന്തോഷമുള്ളതാണ്. ഈ സംഘടനയുടെ ഈ പാട്ടുപാടിക്ക് നിങ്ങളോടൊപ്പമുള്ള ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ കടന്നുവന്ന വഴികളിലാണ് നാടൻപാട്ടുകൾ രൂപപ്പെട്ടുള്ളത്. അത്തരം നാടൻപാട്ടുകൾ വിവിധ മേഖലകളിൽ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളുടെ വിവിധ മേഖലകളിൽ നാടൻപാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ദേവിയെ വണങ്ങിക്കൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ ഒരു പാട്ടാണ് ഗൗരിക ഭരിക എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ ഒരുമയുള്ള സ്ത്രീ പാടിക്കൊണ്ട് ഈ പാട്ടുകൾ വരിക 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 ദൈവമേ ദൈവം തെളിയാന